നമസ്കാരം. ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം phi of s എന്നാണെങ്കിൽ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷനെ phi of s എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയാം. എഫ് ഓഫ് ടി ഈസ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് phi of s. L inverse phi of s is equal to f of t. ഇതിൽ L inverse എന്നതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു. നമുക്കറിയാം e raised to 2t എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s minus 2 എന്നാണ്. കാരണം e raised to at എന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s minus a. അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t എന്നതിനെ 1/s minus 2 എന്ന് എഴുതാം. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s minus 2 എന്നതിനെ e raised to 2t എന്ന രൂപത്തിൽ എഴുതാം. അതായത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s minus 2 is equal to e raised to 2t എന്ന് എഴുതാം. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ചില ബേസിക് ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ കോൺസ്റ്റൻറ്റ് is equal to k/s, where k is a constant. Laplace transform of e raised to at is equal to 1/s minus a. Laplace transform of t raised to n is equal to gamma n plus 1 divided by s raised to n plus 1. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin at is equal to a divided by s square plus a square. Laplace transform of cos at is equal to s divided by s square plus a square. Laplace transform of the hyperbolic sin h at is equal to a divided by s square minus a square. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos h at is equal to s divided by s square minus a square. ഇതിൽ നിന്നെല്ലാം നമുക്ക് എഴുതാം L ഇൻവേഴ്സ് ഓഫ് 1/s L ഇൻവേഴ്സ് ഓഫ് k/s is equal to the constant k. L inverse of 1/s minus a is equal to e raised to at. അതുപോലെ L inverse of 1/s raised to n plus 1 is equal to t raised to n divided by gamma n plus 1. L inverse of 1/s square plus a square, ഇതിൽ നിന്നും 1/a into sin at എന്ന് എഴുതാം. അതുപോലെ L inverse of s divided by s square plus a square എന്നതിനെ ഇതിൽ നിന്നും cos at എന്ന് എഴുതാം. L inverse of a divided by s square minus a square എന്നതിനെ L inverse of 1 divided by s square minus s square എന്നതിനെ 1/a into sin h at എന്ന് എഴുതാം. അതുപോലെ L inverse of
എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നതിനെ ഇതിൽ നിന്നും കോസ് എച്ച് എ ടി എന്ന രൂപത്തിൽ ഇൻവേഴ്സുകൾ നമുക്ക് എലമെൻ്ററി ഫങ്ഷൻസിൻ്റെ കേസിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ആദ്യമായി 3 into s square minus 1 whole square divided by 2s raised to 5 എന്ന ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താം. ഇതിൽ നിന്നും നമുക്ക് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു 3 into s square minus 1 the whole square എന്നതിനെ s raised to 4 minus 2s square plus 1 എന്നെഴുതാം ഡിവൈഡഡ് ബൈ 2 into s raised to 5. This is equal to 3 by 2 into s raised to 4 divided by s raised to 5 എന്നതിനെ ഓരോ ടേമിനെയും s raised to 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം s raised to 4 divided by s raised to 5 എന്നതിനെ 1 by s minus 2 s square divided by s raised to 5 എന്നതിനെ ഡിനോമിനേറ്ററിൽ s raised to 3 എന്ന് എഴുതാം പ്ലസ് 1 ഡിവൈഡഡ് ബൈ s raised to 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 by 2 ഇൻറ്റു അപ്പോൾ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് 3 into s square minus 1 the whole square divided by 2s raised to 5 എന്നതിനെ L inverse of 3 by 2 into 1 by s minus 2 by s cube plus 1 by s raised to 5 എന്നെഴുതാം. ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും 3 by 2 into L inverse of 1 by s minus 2 into L inverse of 1 by s cube plus L inverse of 1 by s raised to 5 എന്ന് എഴുതാം. This is equal to 3 by 2 into L inverse of 1 by s എന്നതിനെ 1 എന്ന് എഴുതാം മൈനസ് 2 into L inverse of 1 by s cube എന്നതിനെ ഈ റിസൾട്ടിൽ നിന്നും n is equal to 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by s cube എന്നാവുന്നു. അപ്പോൾ L inverse of 1 by s cube എന്നതിനെ t square divided by gamma 2 plus 1 എന്ന് എഴുതാം, അതായത് gamma 3 പ്ലസ് L inverse of 1 by s raised to 5 എന്നതിനെ t raised to 4 divided by gamma 5 എന്ന് എഴുതാം. That's equal to 3 by 2 into 1 minus 2 into t square divided by gamma 3 എന്നതിനെ 2 factorial എന്ന് എഴുതാം. കാരണം gamma n is equal to n minus 1 factorial if n is an integer എന്ന റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ gamma 3 എന്നതിനെ 2 factorial എന്ന് എഴുതാം പ്ലസ് t raised to 4 divided by അതുപോലെ gamma 5 എന്നതിനെ 4 factorial എന്ന് എഴുതാം. That is equal to 3 by 2 into 1 minus 2 factorial is 2, therefore 2 by 2 എന്നത് 1 എന്ന് വരുന്നു. അപ്പോൾ 1 minus t square plus t raised to 4 divided by 4 factorial. 4 factorial is equal to 1 into 2 into 3 into 4. That is 12 into 2, that is 24. t raised to 4 divided by 24 എന്ന് ലഭിക്കുന്നു. അടുത്തതായി കൺസിഡർ ചെയ്യുന്നത് phi of s is equal to 4s plus 15 all divided by 16s square minus 25 എന്ന ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താം. ദിസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഈ ഫംഗ്ഷനെ 4s plus 15 divided by
ഡിനോമിനേറ്ററിൽ 16 എന്നത് ഔട്ട്സൈഡ് എഴുതുകയാണെങ്കിൽ 16 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ 16 എന്ന് എഴുതാം. That is equal to 4s plus 15 divided by 16 into a square minus 5 by 4 whole square എന്നത്. This is equal to ഇതിനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 4s divided by 16 into a square minus 5 by 4 whole square എന്ന് എഴുതാം, പ്ലസ് 15 divided by 16 into a square minus 5 by 4 whole square എന്ന് എഴുതാം. ഇതിൽ നിന്നും 4 by 16 that is 1 by 4 into s divided by a square minus 5 by 4 whole square എന്ന് എഴുതാം, പ്ലസ് ഇവിടെ നമുക്ക് 15 divided by 16 into 1 divided by a square minus 5 by 4 the whole square എന്ന് എഴുതാം. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ഫൈവ് ഓഫ് എസ്, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 4s പ്ലസ് 15 ഡിവൈഡഡ് ബൈ 16 സ്ക്വയർ മൈനസ് 25 എന്നതിനെ 1/4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5/4 ഹോൾ സ്ക്വയർ പ്ലസ് 15 by 16 into L inverse of 1 divided by a square minus 5/4 the whole square എന്ന് എഴുതാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. That is equal to 1/4 into L inverse of s divided by a square minus a square എന്നാണെങ്കിൽ ഇതിൽ നിന്നും L inverse of s divided by a square minus a square എന്നതിനെ cos h at എന്ന് എഴുതാം. അപ്പോൾ ഈ കേസിൽ a equal to 5/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ s divided by a square minus 5/4 the whole square എന്ന ഇതിൻ്റെ ഇൻവേഴ്സിനെ cos h at എന്ന രൂപത്തിൽ എഴുതാം. അതായത് cos h a equal to 5/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ cos h 5/4 t എന്ന രൂപത്തിൽ എഴുതാം. അതായത് 1/4 ഇൻറ്റു cos h 5/4 t പ്ലസ് 15/16 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5/4 ദി ഹോൾ സ്ക്വയർ എന്നതിനെ ഇതിൽ നിന്നും L inverse of 1 divided by a square minus a square എന്നതിനെ 1/a into sin h at എന്ന് എഴുതാം. അപ്പോൾ ഈ കേസിൽ a equal to 5/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/5/4 into sin h 5/4 t എന്ന് എഴുതാം. അതായത് 1/4 into cos h 5/4 t plus 15/16 into ഇവിടെ നമുക്ക് 4/5 എന്ന് എഴുതാം sin h 5/4 t. അതായത് 1/4 into cos h 5/4 t plus 15/5 is 3 divided by 4/16 is denominator 4 എന്ന് വരുന്നു into sin h 5/4 t എന്ന് എഴുതാം. അപ്പോൾ L inverse of 4s plus 15 divided by 16 square minus 25 എന്നതിനെ 1/4 into cos h 5/4 t plus 3/4 sin h 5/4 t എന്ന രൂപത്തിൽ എഴുതാം. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്
ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഫൈ ഓഫ് എസ് എന്ന ഫംഗ്ഷൻ ഒരു റാഷണൽ ആൾജിബ്രൈക് ഫംഗ്ഷൻ ആണെങ്കിൽ ഫൈ ഓഫ് എസിനെ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ടേംസിൽ നമുക്ക് ഡീകമ്പോസ് ചെയ്ത് എഴുതാം. അതിനുശേഷം കറസ്പോണ്ടിങ് ഡീകമ്പോസ്ഡ് ഫങ്ഷൻസിൽ ഓരോന്നിലും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നിരിക്കുന്ന ഫൈ ഓഫ് എസ് എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടെത്താം. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഫൈ ഓഫ് എസ് എന്ന ഫംഗ്ഷൻ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷനിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം. കാരണം ന്യൂമറേറ്റർ ഡിഗ്രി 2 എന്നും ഡിനോമിനേറ്റർ ഡിഗ്രി 3 എന്നുമാണ്. അതുകൊണ്ട് ആക്ച്വൽ ഡിവിഷൻ എന്നത് പ്രയാസമായി വരുന്നു. ഇത്തരം കേസിൽ നമുക്കിതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഡീകമ്പോസ് ചെയ്യാം. അതിനായി ഈ ഫംഗ്ഷൻ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s എന്നതിനെ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫംഗ്ഷനെ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്നെഴുതുന്നു. അതായത് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു, ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് ലഭിക്കുന്നു. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s എന്നതിനെ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഓർ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2, ഇതിനെ എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 എന്ന രൂപത്തിൽ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s. ഇതിൽ നിന്നും നമുക്ക് എഴുതാം എസ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് സി ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് എഴുതാം. ഇതിൻ്റെ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1, അതായത് എസ് ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s എന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വിധത്തിൽ ലഭിക്കുന്നു. ഇനി ഇതിലെ എ ബി സി 3 കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യമായി എസ് ഈക്വൽ ടു -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -1 സ്ക്വയർ പ്ലസ് 1 എന്നത് 2 എന്ന് വരുന്നു. എസ് ഈക്വൽ ടു -1 ആകുമ്പോൾ എസ് പ്ലസ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ടേമും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും 0 എന്ന് വരുന്നു. ബാക്കി സി ഇൻറ്റു -1 ഇൻറ്റു 2 - 1 is 1, ദറ്റ് ഈസ് മൈനസ് സി. അപ്പോൾ മൈനസ് സി ഇസ് ഈക്വൽ ടു 2, അതിൽ നിന്നും സി ഈക്വൽ ടു -2 എന്ന് എഴുതാം. എസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 എന്ന് വരുന്നു. എ ഇൻറ്റു 2 ഇൻറ്റു 1 എന്നാവുന്നു. സെക്കൻഡ് ടേമും തേർഡ് ടേമും 0 എന്ന് വരുന്നു. കാരണം എസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഈ രണ്ട് ടേമും 0 എന്നാവുന്നു. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം 2a ഇസ് ഈക്വൽ ടു 1, അതായത് a ഇസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ഇനി എസ് ഇസ് ഈക്വൽ ടു -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 + 1 is 5.
5 is equal to -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ s+2 കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം അത് രണ്ടും 0 എന്ന് വരുന്നു. ബാക്കി വരുന്നത് b ഇൻറ്റു -2 ഇൻറ്റു -2 + 1 ദാറ്റ് ഈസ് 1 - 2 - 1. അപ്പോൾ 2b = 5 എന്നതിൽ നിന്നും b = 5/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള φ(s) എന്ന ഫംഗ്ഷനെ ഈ വിധത്തിൽ എഴുതാം. s² + 1 ഡിവൈഡഡ് ബൈ s³ + 3s² + 2s എന്നതിനെ a ഡിവൈഡഡ് ബൈ s, a = 1/2 ഡിവൈഡഡ് ബൈ s എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1/s എന്ന് എഴുതാം. പ്ലസ് b ഡിവൈഡഡ് ബൈ s+2 അതായത് b 5/2 ഇൻറ്റു 1/s+2 എന്ന് എഴുതാം. പ്ലസ് c ഡിവൈഡഡ് ബൈ s+1, c എന്നത് -2 എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ -2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ s+1 എന്ന് എഴുതാം. അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് s² + 1 ഡിവൈഡഡ് ബൈ s³ + 3s² + 2s എന്നതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദീസ് 3 ഫങ്ഷൻസ്. അപ്പോൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു നോട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ 1/2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 5/2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s+2 minus 2 into L inverse of 1/s+1. That is equal to 1/2 into L inverse of 1/s is 1 plus 5/2 into L inverse of 1/s+2 എന്നതിനെ e⁻⁻2t എന്ന് എഴുതാം. കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at is equal to 1/s - a. അതുകൊണ്ട് 1/s+2 എന്നതിനെ L inverse of 1/s+2 എന്നതിനെ e⁻⁻2t എന്ന് എഴുതാം. -2 ഇൻറ്റു അതുപോലെ L inverse of 1/s+1 എന്നതിനെ e⁻⁻t എന്ന് എഴുതാം. അപ്പോൾ L inverse of s² + 1 ഡിവൈഡഡ് ബൈ s³ + 3s² + 2s is equal to 1/2 plus 5/2 into e⁻⁻2t minus 2 e⁻⁻t എന്ന് ലഭിക്കുന്നു. ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡീകമ്പോസ് ചെയ്തതിന് ശേഷം ഇൻവേഴ്സ് കണ്ടെത്താവുന്നതാണ്. ഇനി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് നൽകുന്നു. അവയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നിങ്ങൾ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, φ(s) is equal to 2s divided by s² + 4. Sorry, 2s + 6 divided by s² + 4. Next one, φ(s) is equal to 4s + 12 divided by s² + 8s + 16. Next one, φ(s) is equal to s + 2 divided by s + 8 into s + 1 into s + 3 into s - 1. അതുപോലെ φ(s) is equal to s divided by s² plus 2 into s² minus 4 into s.
+1. ഇത്രയും ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഇതോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ഈ ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.